ശബരിമല അയ്യപ്പക്ഷേത്രം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ജാതി-മത ഭേദമന്യേ ആത്മീയതയെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന പ്രസംഗത്തിൽ പരിപാടിക്കെതിരെ പ്രതിഷേധിച്ചവരെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് ഒരു യഥാർത്ഥ ഭക്തന്റെ ഗുണങ്ങൾ വിവരിച്ചു. യഥാർത്ഥ ഭക്തർ യാതൊരു എതിർപ്പുമില്ലാതെ പരിപാടിയെ സ്വാഗതം ചെയ്തിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിമല ജാതിയോ മതമോ നോക്കാതെ ആത്മീയതയെ ഒന്നിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തെ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തർ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തരുടെ സമ്മേളനത്തിന് ലോകമെമ്പാടും ശ്രദ്ധ ലഭിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഭക്തരുടെ അഭിപ്രായങ്ങൾ തേടുന്നതിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്ലോബൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല അയ്യപ്പക്ഷേത്രം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അയ്യപ്പന് പാടിയുറക്കുന്ന ഹരിവരാസനം എഴുതിയത് ഒരു നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്ററാണ്. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച KJ യേശുദാസാണ് അത് ആലപിച്ചത്. തിരുപ്പതിയെയും മധുരയെയും പോലെ ഇന്ത്യയുടെ തീർത്ഥാടന ഭൂപടത്തിൽ ശബരിമലയെയും ഉയർത്തിക്കൊണ്ടുവരണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയുടെ സമയത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതിനാൽ ഇത്തരം പരിപാടികൾ ആവശ്യമാണെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് ഫണ്ട് സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ബോർഡുകൾക്ക് നൽകിയ ഫണ്ടുകളുടെ കണക്കുകളും അദ്ദേഹം നിരത്തി. റോഡുകൾ, പാലങ്ങൾ, ജലസൗകര്യങ്ങൾ, ഫയർ സ്റ്റേഷൻ, തീർത്ഥാടകർക്ക് താമസ സൗകര്യം വികസിപ്പിക്കൽ തുടങ്ങിയ ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും അദ്ദേഹം വിശദീകരിച്ചു. എല്ലാ ഭക്തരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് ശബരിമലയെ വികസിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ നല്ല ഉദ്ദേശത്തെ വിമർശിക്കുകയാണ്. സമ്മേളനത്തെ എതിർക്കുന്നവർക്ക് ദുരുദ്ദേശങ്ങളുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞു.